പത്തനംതിട്ട നഗരത്തിലെ മുണ്ടുകോട്ടയ്ക്കൽ വാർഡിലെ മുതിർന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഇക്കുറിയും ഡോളിയുടെ സേവനം ഏർപ്പെടുത്തി. വാർഡിലെ 3 ബൂത്തുകൾ പ്രവർത്തിക്കുന്നത് 48-ലധികം പടികളുള്ള ശ്രീനാരായണ ശതവത്സര സ്കൂളിലാണ്. ഇവിടുത്തെ പടികൾ കയറി പോകാൻ പ്രയാസമായതിനാലാണ് ഇവിടെ ഡോളിയുടെ സേവനം ഏർപ്പെടുത്തിയത്. ഡോളിയുടെ സേവനം ശബരിമല കഴിഞ്ഞാൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടുന്ന മുണ്ടുകോട്ടയ്ക്കൽ വാർഡിലാണ്. അവിടുത്തെ ശ്രീനാരായണ ശതവത്സര സ്കൂളിലാണ്. ഏകദേശം 48-ലധികം പടികളുണ്ട് ഈ സ്കൂളിലേക്ക് കയറി വരാൻ. അപ്പോൾ പ്രായമായവരെയും മുതിർന്നവരെയും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരെയൊക്കെ കയറ്റാൻ വേണ്ടിയാണ് ഈ ഡോളിയുടെ സേവനം കാലങ്ങളായിട്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ വിശദ വിവരങ്ങൾ നമുക്കിപ്പോൾ മുൻ നഗരസഭാ കൗൺസിൽ കൂടിയായിട്ടുള്ള ജാസിൻകുട്ടി എന്താണ് ഇങ്ങനെ ഡോളിയുടെ സംവിധാനം ഇവിടെ ഏർപ്പെടുത്താൻ കാരണം? ആറന്മുള നിയോജക മണ്ഡലത്തിലെ 247, 248, 249 ബൂത്തുകളാണ് ഈ സ്കൂളിൽ പ്രവർത്തിക്കുന്നത്. ഏകദേശം 3 ബൂത്തിലും കൂടി 2400 വോട്ടർമാരാണുള്ളത്. അതിൽ പ്രായമുള്ളവർക്ക് കയറി വരുന്നതിന് മുൻകാലങ്ങളിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കാരണം സ്റ്റെപ്പുകൾ അവർക്ക് കയറുന്നതിന് പ്രയാസം വന്നപ്പോൾ ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെല്ലാം കൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ സജി കെ സൈമന്റെ നേതൃത്വത്തിലാണ് അത് ചെയ്തത്. അത് അങ്ങനെ ഒരു ഉത്തരവുണ്ടാവുകയും എല്ലാ വർഷവും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കളക്ടറുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവരികയും ഡോളി സംവിധാനം അനുവദിച്ച് നൽകുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഒരു വോട്ടർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത രീതിയിൽ ഇവിടെ കൊണ്ടെത്തിക്കുവാനും അവരുടെ അവകാശം ഇവിടെ വിനിയോഗിക്കാനുള്ള സാഹചര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇത് മാറ്റുമെന്നുള്ള ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ വീണ്ടും ഇത് മാറ്റാതെ തന്നെ വീണ്ടും ഡോളിയുടെ സേവനം ഇവിടെ എത്തിയത്? ബൂത്ത് മാറ്റുന്നത് അപ്രായോഗികമാണ്. കാരണം ഈ പ്രദേശത്തെ ഈ 3 ബൂത്തുകൾ കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു പൊതു ഇടമെന്ന് പറയുന്നത് ഈ സ്കൂൾ മാത്രമേ ഉള്ളൂ. പക്ഷേ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഈ സ്കൂളിലെ അധികൃതരുടെ സമ്മതത്തോടു കൂടി തന്നെ സ്റ്റെപ്പിന് പകരം നമ്മൾ മറുസൈഡിൽ കൂടി കോൺക്രീറ്റ് റോഡ് കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഡോളി ഇല്ല എങ്കിലും ആൾക്കാർക്ക് വരാനുള്ള ഒരു സംവിധാന ഓപ്ഷൻ കൂടി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു. എന്നാൽ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർബന്ധമായിട്ടും ഡോളി സംവിധാനം ഒരുക്കണമെന്നുള്ള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അത് കൃത്യമായിട്ട് ഇത്തവണ കളക്ടർ അത് ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾ വീണ്ടും ആവശ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഡോളി സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട്. അത് ഇപ്പോഴത്തെ നഗരസഭ 1-ാം വാർഡിലെ കൗൺസിൽ സജി കെ സൈമൺ അന്ന് ഹൈക്കോടതിയിൽ 96 തോന്നുന്നു പോയാൽ പ്രത്യേക ഉത്തരവ് വാങ്ങിച്ചിട്ടായിരിക്കും. അതെ അദ്ദേഹമാണ് മുൻകൈ എടുത്തുകൊണ്ട് ആ ഒരു ഉത്തരവ് വാങ്ങിയത്. ഇപ്പോഴും അതിന്റെ ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കളക്ടർ എല്ലാ തവണയും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുമതി തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ പ്രതിഭ അങ്ങാടിക്കലിനൊപ്പം പ്രസാദം ജെ, പത്തനംതിട്ട.